ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈശോ ചെയ്ത അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് ഇന്ന് നമ്മൾ ശ്രവിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതാണ് കാണുക. തിബേരിയാസ് എന്ന് വിളിക്കപ്പെടുന്ന ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് അവൻ പോയി. അവനെ ധാരാളം പേർ അനുഗമിച്ചിരുന്നു. കാരണം അവൻ രോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. ഈശോ മലയിലേക്ക് കയറി തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തു വരികയാണ്. ഈശോ കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തൻ്റെ പക്കലേക്ക് വരുന്നത് അവൻ കണ്ടു. ഈശോ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നമ്മൾ എവിടെ നിന്ന് അപ്പം വാങ്ങും? ഫിലിപ്പോസ് പറഞ്ഞു, ഇവർക്ക് അല്പമെങ്കിലും കൊടുക്കുവാൻ 200 ദിനാറയ്ക്കുള്ള അപ്പം തികയുകയില്ല. ഈശോ ഫിലിപ്പോസിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചോദിച്ചത്. എന്ത് ചെയ്യണമെന്ന് ഈശോ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഈശോയുടെ ശിഷ്യനും ശിമോൻ പത്രോസിൻ്റെ സഹോദരനുമായ അന്ത്രയോസ് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. ഇതുകൊണ്ട് എന്താകും? ഈശോ ഭക്ഷണത്തിനായി എല്ലാവരോടും ഇരിക്കുവാൻ ആവശ്യപ്പെട്ടു. പുല്ല് തഴച്ചു വളർന്നതുകൊണ്ട് എല്ലാവരും അവിടെ ഇരുന്നു. 5000 പുരുഷന്മാരിലധികം അവിടെ ഉണ്ടായിരുന്നു. ഈശോ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും അവർ ഭക്ഷിച്ച് തൃപ്തരായി. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, മിച്ചമുള്ള അപ്പക്കഷ്ണങ്ങൾ ഒന്നും നഷ്ടപ്പെടാതെ കുട്ടയിൽ ശേഖരിക്കുക. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം 12 കുട്ട നിറയെ അപ്പം ശേഖരിച്ചു. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പറഞ്ഞു, വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവൻ തന്നെ. അവർ ഈശോയെ രാജാവാക്കുവാൻ നിർബന്ധിക്കും എന്ന് കണ്ടതിനാൽ ഈശോ അവിടുന്ന് മലമുകളിലേക്ക് കയറി പിൻവാങ്ങി. സഹോദരങ്ങളെ, 5 അപ്പം കൊണ്ടും 2 മീനും കൊണ്ടും 5000 പുരുഷന്മാർക്കും അതിലേറെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും കൊടുക്കുവാൻ കഴിയുന്ന മിശിഹ നമ്മോടൊപ്പമുണ്ട്. ഈശോ കൂടെയുണ്ടെങ്കിൽ ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. നമ്മുടെ ചാരേ നിൽക്കുന്ന ഈശോയുടെ നിന്ന് കരം പിടിക്കുവാൻ യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ വക്ഷത്തിലേക്ക് ചാരിക്കടന്നതുപോലെ, ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് പോലെ നമ്മൾക്കും ഈശോയുടെ മനോഭാവവും ഹൃദയത്തുടിപ്പുകളും മനസ്സിലാക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം ആവോളം അനുഭവിക്കുവാനും അത് പകർത്തു കൊടുക്കുവാനും ദൈവമേ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹനാഥൻ ഈശോയെ, അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. അവിടുന്ന് സമൂഹത്തെ നയിക്കുവാൻ വേണ്ടി ആവശ്യങ്ങൾ അറിഞ്ഞ്
അവർക്ക് വേണ്ട ഭക്ഷണം നൽകി അനുഗ്രഹിച്ചതുപോലെ അങ്ങയുടെ മുമ്പിൽ കണ്ണുകൾ ഉയർത്തുന്ന കരമുയർത്തുന്ന മക്കളുടെ ആവശ്യങ്ങളിലേക്ക് നീ കടന്നു വന്ന അത്ഭുതം പ്രവർത്തിച്ച് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.